ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണല്ലോ ശബരിമല. ഒരു വർഷം ചുരുങ്ങിയത് 54 ലക്ഷം ഡിവോട്ടീസ് എഴുതുന്ന കണക്ക്. ഈ 54 ലക്ഷം ഡിവോട്ടീസ് ശബരിമലയിൽ വന്നപ്പോ ഒരു തരത്തിലുള്ള സ്റ്റാമ്പിടും ഇല്ലാതെ എങ്ങനെ കൊണ്ടുവന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയ 2 വർഷം തുടർച്ചയായി നിങ്ങൾക്ക് ശബരിമലയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ എല്ലാ വിവാദങ്ങളും. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ആരായിരുന്നു കണ്ടുപിടിച്ച്? അവർ കണ്ടുപിടിച്ചാണ്. ഇതിങ്ങനെ ഓരോ ദിവസം വാർത്ത വരുമല്ലേ, ശബരിമല 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 സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പൊക്കി. ഇതാരാ കണ്ടുപിടിച്ചത്? ഇവരാരും കണ്ടുപിടിച്ചത്? ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന ചാനലാണ് ഇത് കണ്ടുപിടിച്ചത്. നിങ്ങളല്ലേ? നിങ്ങളാണ് കണ്ടുപിടിച്ചത്. നിങ്ങളാണ് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളാണ് ജയിലിലടച്ചത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലീസ് തന്നെയാണ്, എക്സ്റ്റേണൽ ഏജൻസി അല്ല, കേരളത്തിലെ പോലീസ് തന്നെയാണ്. അപ്പൊ അതിപ്പോ ചെറുത പല വാർത്തകളും നടക്കുന്നത് പൊളിറ്റിക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതും കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അത് കണ്ടുപിടിച്ച് അതിനകത്ത് ആരൊക്കെയാണ് ഗൾട്ടി, ആരൊക്കെയാണ് കോൺസ്പിറേറ്റേഴ്സ്, അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചതും കേരളത്തിലെ പോലീസ് തന്നെയാണ്. അത് ആരും കാണുന്നില്ല. പകരം അതും ഇതാ പ്രതികൾ ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു. കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കലാണ് നിയമത്തിന്റെ പണി. അല്ലാതെ അതിപ്പോ അത് റൂളുണ്ട്. എന്താ ബേബീസ് റൂൾ ആൻഡ് ബേബീസ് എക്സെപ്ഷൻ. അതാണ് നിയമത്തിന്റെ രീതികളുണ്ടല്ലോ. പക്ഷെ അതിനകത്ത് ശബരിമല ആസ്ഥാനത്ത് നിന്ന് സ്വർണം കളവ് പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കട്ടവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല ആഗ്രഹിക്കുന്നവൻ. കാരണം ദൈവത്തിൻ്റെതാണ് സ്വത്ത്. ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവൻ ഒരു കാരണവശാലും ഒരു കാലത്തും രക്ഷപ്പെടുക വിശ്വസിക്കുന്നവരാണ്. അവർ പൂർണ്ണമായും പിടിക്കപ്പെടണം, അവരെ പൂർണ്ണമായും തുറന്നു കിടക്കണം. അതിന് ഇച്ഛാശക്തിയോടെ നേതൃത്വം കൊടുക്കാൻ കേരള പോലീസിനും കേരള സർക്കാരിനും സാധിക്കുന്ന ബോധ്യമായിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ സഭയിൽ തന്നെ കേൾക്കുന്നതാണ്. എല്ലായിടത്തും ഇപ്പൊ എന്റെ അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. 2 വാദവും കേൾക്കുന്നുണ്ട്. ഗവൺമെന്റ് പക്ഷവും കേൾക്കുന്നുണ്ട്, പ്രതിപക്ഷത്തിന്റെ പക്ഷവും കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു അൺബയസ്ഡ് ആയി അല്ലെങ്കിൽ ജഡ്ജിനെ പോലെ ഇത് കേൾക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അതിനെ കുറിച്ച് ബോധ്യമുണ്ട്. പൂർണ്ണമായും എല്ലാ ആളുകളും തുറങ്കടക്കപ്പെടും, എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും. ശിക്ഷ എന്ന ഷൂട്ടേഴ്സ് ആയിട്ടില്ലല്ലോ. നമ്മൾ നിയമത്തിന് ഇപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഇപ്പൊ ചാനലുകൾ പറയുന്ന പോലെ പിടിച്ചാൽ അപ്പം തന്നെ വെടിവിട്ട് പറ്റില്ല. അതിന് നിയമപരമായ കുറെ പ്രൊസീഡിങ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും വേണ്ട, ശബരിമലയിലെ സ്വർണം കട്ടവൻ ശിക്ഷിക്കപ്പെടും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അതാണ് എന്നെ മുന്നോട്ടേക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.